4 കളവുകൾ മുന്നിൽ അങ്ങ് വെച്ചാൽ ആരിഫ് ബറക്കാത്തിയുടെ വിഷയം, ഈ സനദിൽ ഗുലാമു വന്ന വിഷയം, സനദ് പൊട്ടിയ വിഷയം, ഒരു ആകവൽ മറുപടി പറഞ്ഞ എന്താ? നിങ്ങൾ നേരത്തെ ഇതൊക്കെ പ്രസംഗിച്ചിരുന്നല്ലോ. അതാണ് ആകെ മറുപടി. ആകെയുള്ള മറുപടി ഇപ്പൊ അതാണ്. ഞാൻ പറഞ്ഞില്ല അതിന്റെ മറുപടി. വിശ്വസിക്കുന്ന കാലത്ത് നിയമം തന്നെ അതാണ്. ഒരാളിത് ഷെയറുബാർക്കാന്ന് പറഞ്ഞ് തന്നാൽ അയാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മതി. നമ്മൾ തന്നെ ഇപ്പൊ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗത്തും യാത്ര ചെയ്യണില്ലേ? വെല്ലൂരിൽ പോകുന്നു, ഡൽഹി ജുമാ മസ്ജിദിൽ, അവിടെയൊക്കെ ഷെയർ മുബാറക്ക് കാണുമ്പോൾ നമ്മൾ തെളിവ് വയ്ക്കല്ലോ. തെളിവ് ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചവരല്ലേ നമ്മൾ. അവരെ വിശ്വസിക്കുന്നുണ്ടോ? ബറക്കത്തെടുക്കണം. ഇനിപ്പതാ 13-ാം തീയതി ശനിയാഴ്ച എല്ലാ ആധാറുകളും ജാവിയയിൽ വരുന്നു. അത് ബറക്കത്തെടുക്കണമെന്ന് പഠിപ്പിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ആരോടും അതിന്റെ സനദ് ചോദിക്കാറില്ല. പക്ഷേ ഒരാളിലുള്ള വിശ്വാസം അത് നഷ്ടപ്പെട്ടാലോ, ആള് കദ്ദാബായാലോ, അത് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ ദാത്തിൽ കളവ് പറഞ്ഞാലോ, അതിനെ സപ്പോർട്ട് ചെയ്താലോ പിന്നെ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അയാൾ എന്ത് ചെയ്യണം? അത് സ്ഥാപിക്കാൻ ദലീൽ കൊണ്ടുവരണം, തെളിവ് ഹാജരാക്കണം. അത് ന്യായമായ ചോദ്യമല്ലേ? ഒരാള് അയാളെ ഭാര്യയിൽ ഭയങ്കര വിശ്വാസം, ആ പറഞ്ഞാലേ ബൽക്ക് തിരിയൂ. ആ ഭാര്യയെ സംബന്ധിച്ച് പലരും പറഞ്ഞു, ഓളെ വിശ്വസിക്കണ്ട കേട്ടോ, ഓളെ ആള് ശരിയില്ല, നിന്നെ വഞ്ചിക്കും. ഇവനാണെങ്കിൽ ഓളെ ഭയങ്കര കാര്യമാണ്. അപ്പൊ ആളുകളോട് പറഞ്ഞു, ശരിയല്ല, ഈ പറഞ്ഞ ആരോപണമാണ്, ഞാൻ സ്വീകരിക്കൂല, ഞാൻ എൻ്റെ ഭാര്യയിൽ വിശ്വസിക്കുന്നു. എല്ലാം തള്ളി തള്ളി കാലങ്ങൾ കഴിഞ്ഞു. പിന്നൊരിക്കൽ അയാളെ വഞ്ചിക്കുന്നത് അയാൾ തന്നെ കാണുകയാണ്, അയാൾ തന്നെ പിടിക്കുകയാണ് നേരെ. എന്താവും അയാളെ അവസ്ഥ? ഭാര്യയെ തള്ളി, എല്ലാ വിശ്വാസവും പോയി. ഭാര്യക്കെതിരെ സംസാരിക്കുമ്പോ ഒരു പൊട്ടം വന്ന് ചോദിക്കാണ്, ഈ അല്ലേ ഓളെ മുമ്പ് വിശ്വസിച്ചിരുന്നത്? വിശ്വസിച്ച കാലത്തുള്ള ഹുക്കുമാണോ? വിശ്വാസം പോയാൽ വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്തിയതാണ്. അള്ളാന്റെ റസൂലിന് നേലുണ്ട് പറഞ്ഞപ്പോ ഈ മുസ്ലിയാര് മറുപടി പറയേണ്ടിയിരുന്നു. അവശനായ വാപ്പയെ പോലെ എന്ന് പറഞ്ഞപ്പോ തിരുത്തേണ്ടിയിരുന്നു. കരിയെന്ന് പറഞ്ഞപ്പോ ശിഷ്യനെ 4 കൊടുക്കേണ്ടിയിരുന്നു. പച്ച നുണ കാച്ചുമ്പോ മകനെയും ശിഷ്യനെയും പൂവിട്ട് പൂജിക്കാൻ പാടില്ലായിരുന്നു. മാത്രല്ല ശിഷ്യനും മോനും വേണ്ടിയിട്ട് വാദിച്ച് ഔലിയാക്കളെ വെല്ലുവിളിക്കാൻ പാടില്ലായിരുന്നു. ഇസ്തിയാസ മാറ്റി തവസ്സുലാക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ നഷ്ടപ്പെടുത്തിയതാണ് വിശ്വാസം. ഈ റസൂലുള്ളാന്റെ ദാത്തു ശരീഫിൽ വരെ കള്ളം പറഞ്ഞ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? ഇതിന് പിന്നെ പഴയ ഗൾപ്പ് ഞങ്ങളെ പറഞ്ഞൂല്ലേ? ഔടണ്ടേ? ഞങ്ങളെ കുറിച്ച് മധുഹ് പറഞ്ഞ എത്ര സീഡി ഉണ്ട് ഇവിടെ? നിലപാട് മാറ്റി പറഞ്ഞ വിശ്വാസം പോലെ നിലപാട് മാറില്ല. ഞാൻ എത്ര സീഡികൾക്ക് ഹാജരാക്കി തരാം എൻ്റെ മധുഹ് പറയുന്ന അബൂബക്കർ മുസ്ലിയാർ മുതൽ എല്ലാവരുടെ ക്ലിപ്പ്. അപ്പൊ നിങ്ങൾ എന്താ പറയാ? അത് ഞങ്ങൾക്ക് മൂപ്പരെ വിശ്വസിച്ച കാലത്ത് പറഞ്ഞതാണ്. അതന്നെ ഇവിടെ മറുപടി. നിങ്ങൾ പറയുമ്പോൾ വേറൊരു നിയമം, ഞങ്ങൾ പറയുമ്പോൾ വേറൊരു നിയമം. അതില്ല. നിങ്ങളെ വിശ്വസിച്ചു. എത്ര പരമാവധി മശായിഖുമാരെ കണ്ടില്ല, മുനാഫിക്ക് കൂടെ ഉണ്ടെങ്കിൽ തന്നെ ഓൽക്കറിയാലോ മുനാഫിക്ക്, എന്നാലും അത് കണ്ട് പ്രകടമാകുന്നവരെ അവരെ കൂടെ ഉണ്ട്. ഞങ്ങൾ തന്നെ കാണിച്ചു തരാലോ വേണമെങ്കിൽ. തിരികേശ വിവാദം അതിശക്തമായി നടക്കുന്ന കാലത്ത് മറുപടി പറയാൻ വേണ്ടി നിങ്ങളെല്ലാം കൊടുത്ത് നിങ്ങളുടെ നിർദ്ദേശപ്രകാരം മറുപടി പറഞ്ഞിരുന്ന ഒരു മുസ്ലിയാരുണ്ടായിരുന്നല്ലോ, അയാളൊന്ന് കൊണ്ടുവരും. അങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ ഇത് കൃത്യമായി വായിച്ചു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ മുഹമ്മദ് ഇഖ്ബാൽ വലി എന്നൊരു മഹാൻ നേരിട്ട് ബറക്കാത്തി സാദാത്യങ്ങളിൽ നിന്ന് വഴി കൊടുത്ത മുടി ഷൈർ മുബാറക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് കൃത്യമായി ഞങ്ങൾ തെളിയിച്ചു. ഇതൊക്കെ ഞങ്ങൾ തന്നെ കാണിച്ചരേ കൈമാരെ. ഇതാപ്പ നിങ്ങൾ വലിയ സംഭവമാക്കി കൊണ്ടെടുക്കണ. ജാലിയാവാലയിൽ നിന്ന് അബൂബക്കർ മുസ്ലിയാർക്ക് കിട്ടി എന്ന് ഞങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ അന്നത്തെ ആ മുസ്ലിയാർ അതൊന്നും ഇല്ലല്ലോ. അത്
എല്ലാ അവസ്ഥയിലും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആ പറഞ്ഞ വാചകം അബൂബക്കർ മുസ്ലിയാരെ മുഴുവനായി വിശ്വസിച്ച കാലത്ത് പറഞ്ഞത് അത് മാത്രമല്ല, എത്ര സീഡിന്റെ യൂട്യൂബിൽ അബൂബക്കർ മുസ്ലിയാരാണ് ഇക്കാലത്തെ ഏറ്റവും വലിയ ഷെയ്ഖ് എന്ന് പറയുന്നില്ലേ. അങ്ങനെ എന്തെല്ലാം ഉണ്ട്, പേരോടിന് മധു പറയുന്നില്ല ഇവിടെ. ഇന്നാണെങ്കിൽ നമ്മൾ അങ്ങനെ വല്ല മതവും പറയൂ, എന്തെല്ലാം ഉണ്ടാവും. പഴച്ച കാലം പിന്നീട് ഞങ്ങളുടെ മശായിഖുമാരെ കയ്യിലെത്തിയപ്പോ അവരും ഞങ്ങളെ തർബിയത്ത് ചെയ്ത് ആ സമയത്ത് വരെ ഞങ്ങളോട് പറഞ്ഞു, പ്രകടമാകട്ടെ അയാൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമ്മൾ അയാളെ വിശ്വസിക്കുക. സുൽത്താനുൽ ഉലമ നമ്മൾ പറഞ്ഞില്ലേ. പിന്നീട് ഈ കള്ളത്തരം മുഴുവനും പുറത്തു വന്നു. ആ വിശ്വാസം നഷ്ടപ്പെട്ടു. വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നമ്മൾ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, മുസ്ലിയാരെ, നിങ്ങളുടെ വിശ്വാസം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നതിന് രേഖ എവിടെ? ന്യായമായ ചോദ്യമല്ലേ? ആർക്കാ ഇതിനൊക്കെ? അതുകൊണ്ട് അതൊന്നും എടുത്ത് ആരും വരണ്ട. അങ്ങനെ വരണമെങ്കിൽ അതിനുവേണ്ടി ഒരു പരിപാടി തന്നെ ഞാൻ നടത്തിത്തരാം. അപ്പറഞ്ഞ മുസ്ലിയാർക്ക് മറുപടി പറയാൻ വേണ്ടി തന്നെ. അതൊന്നും വിലപ്പോവില്ല. ഇത് പറയും, ജാലിയാവാലയും ഗുലാം അബ്ദുൽ ഖാദിറും തമ്മിലുള്ള ബന്ധമെന്ത്? അത് പറയും. നിങ്ങൾ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതുണ്ട് അല്ലേ? എത്രയോ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിപ്പിച്ച് പ്രസംഗിച്ചതുണ്ട്. അതൊക്കെ ഉണ്ടാവും. വിശ്വാസമാണല്ലോ എല്ലാം. അതുകൊണ്ട് ആ വിഷയം മാത്രമേ നിങ്ങളെടുത്ത് പറയാനുള്ളൂ എങ്കിൽ അത് മറക്കി വെച്ചാളി. ഇതിനുള്ള മറുപടി പറ. 4 കളവുകൾ ഞാൻ എണ്ണി പറഞ്ഞു.